ഹലോ ഗായ്സ്, വെൽക്കം ടു അനദർ വീഡിയോ. എൻ്റെ പേര് അൽഫിയ. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ അജിയോയിൽ നിന്ന് എങ്ങനെ ഓഫർ പ്രൈസിൽ പർച്ചേസ് ചെയ്യാമെന്നുള്ളതാണ്. അഥവാ എങ്ങനെയാണ് കൂപ്പൺ കോഡും കാര്യങ്ങളൊക്കെ അപ്ലൈ ചെയ്ത് ഓഫർ റേറ്റിൽ പർച്ചേസ് ചെയ്യാമെന്നുള്ള എളുപ്പമാർഗ്ഗമാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും കുറേ ഓഫേഴ്സും കാര്യങ്ങളും അങ്ങനെയൊക്കെ നടക്കുന്നുണ്ട്. കുറേ കൂപ്പൺ കോഡുകളുണ്ട്, കുറേ ഓഫർ പ്രൈസിലുള്ള സാധനങ്ങളുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഓൾസോ ബിഗ് ബോൾ സെയിലിൻ്റെ ആഫ്റ്റർ പാർട്ടി ജൂൺ 20th തൊട്ട് 13th വരെ നടക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും പർച്ചേസ് ചെയ്യാൻ ഇപ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ ഈ സമയത്ത് പർച്ചേസ് ചെയ്യാൻ നല്ലൊരു അവസരമാണ്. കാരണം ഓഫർ റേറ്റിൽ താത്തി ഒന്നുകൂടെ വില കുറഞ്ഞ് നമുക്ക് സാധനങ്ങൾ പർച്ചേസ് ചെയ്യാവുന്നതാണ്. ആൻഡ് നമുക്ക് എങ്ങനെയാണ് ഓഫർ റേറ്റിൽ അഥവാ എങ്ങനെയാണ് കൂപ്പൺ കോഡ് അപ്ലൈ ചെയ്ത് പർച്ചേസ് ചെയ്യാമെന്നുള്ള വീഡിയോ കാണിച്ചു തരാം. എനിക്ക് വേണ്ട കുറച്ച് പ്രോഡക്റ്റ് വീഡിയോ എളുപ്പത്തിന് വേണ്ടി ഞാൻ വിഷ് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഏതാണ് പ്രോഡക്റ്റ് വേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ അതിൽ നിന്ന് ഡയറക്റ്റ് സെർച്ച് ചെയ്തെടുത്തിട്ട് കാർട്ട് ചെയ്യുക. എന്നിട്ട് നമുക്ക് എങ്ങനെ പർച്ചേസ് ചെയ്യുന്നത് കാണാം. എനിക്ക് വേണ്ട ഒരു പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിവിടെ ഒരു പച്ച വേണ്ട ഒരു പ്രൊഡക്റ്റാണ് ഇത്. ആൻഡ് ഞാൻ ഇതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. ഇത് ഫ്ലോറൽ പ്രിൻറ്റ് ബട്ടൺ ആപ്പ് കൂത്താന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ താഴോട്ട് ഡൗൺ ചെയ്ത് കാണാൻ പറ്റും. ഇതിനകത്ത് നിങ്ങൾക്ക് റേറ്റ് കാണാൻ പറ്റും. 640 രൂപയാണ് കൊടുത്തേക്കുന്നത്. അതുപോലെ തന്നെ 416 രൂപയാണ് ഇതിൻ്റെ ഓഫർ റേറ്റ്. അതുപോലെ തന്നെ ഇതിൻ്റെ കൂപ്പൺ കോഡ് എന്ന് പറഞ്ഞാൽ ബൂം. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ 2490 രൂപയ്ക്ക് പർച്ചേസ് ചെയ്യുമ്പോഴാണ് ഈ കൂപ്പൺ കോഡ് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതെന്നൊക്കെ അതിനകത്ത് എഴുതിയിട്ടുണ്ട്. നമുക്ക് ഈ ഇത്രയും കാര്യങ്ങൾ ഒരു പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതാണ്. എന്നിട്ട് നമ്മൾ അതിനെ ഒരു സൈസ് എടുത്തിട്ട് നമുക്ക് ആഡ് ടു ബാഗ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് 2490 രൂപ വരെ നമുക്ക് തയ്ക്കണം അല്ലേ. അതുപോലെ വേറൊരു പ്രോഡക്റ്റ് കൂടെ പർച്ചേസ് ചെയ്യാൻ വേണ്ടി എടുത്തേക്കുന്നതാണ് ഇത്. ഇതിൻ്റെ ഡീറ്റെയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. 1710 രൂപയാണ് പ്രൈസ്. നമുക്ക് 1170 രൂപയ്ക്ക് കിട്ടും. ഇതിൻ്റെ കൂപ്പൺ കോഡും ബൂം എന്നുള്ളതാണ്. എന്നിട്ട് 2490 രൂപയ്ക്കാണ് പർച്ചേസ് ചെയ്യുക. ഇത് നമ്മൾ സൈസ് എടുത്തിട്ട് ആഡ് ടു ബാഗ് ചെയ്തിട്ടുണ്ട്. ദെൻ നമുക്ക് ബാഗിൽ വന്നിട്ട് ബാഗ് നോക്കാം. ബാഗിൽ നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും നമുക്ക് 1000 രൂപയ്ക്ക് മുകളിലോട്ട് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ ഡെലിവറി ചാർജ് ഫ്രീ ആയി. ദെൻ നമുക്കിവിടെ അപ്ലൈ കൂപ്പണാണ് കൊടുക്കേണ്ടത്. നമുക്ക് ഓഫർ റേറ്റിലും കാര്യങ്ങളൊക്കെ നമുക്ക് സാധനങ്ങൾ ആഡായിട്ടുണ്ട് ബാഗിൽ. ദെൻ അപ്ലൈ കൂപ്പൺ കൊടുക്കുക. അപ്ലൈ കൂപ്പൺ നമ്മൾ നോക്കി വെച്ചത് ബൂമാണ്. അപ്പം നിങ്ങൾക്ക് ഇവിടെ ബൂമിൻ്റെ ഇത് കാണാൻ പറ്റും. 140 രൂപയ്ക്കും കൂടെ പർച്ചേസ് ചെയ്താലാണ് ബൂം എന്ന കോഡ് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. അപ്പം നമുക്ക് ബൂം കോഡ് അപ്ലൈ ചെയ്യാൻ ഷോപ്പ് നൗ കൊടുക്കാം. അപ്പം ഷോപ്പ് നൗ കൊടുത്തിട്ട് ഇതെല്ലാം ബൂമിൻ്റെ കൂപ്പൺ കോഡുകളായിട്ട് കിടക്കുന്നത്. അപ്പം നമുക്ക് ഈ ഒരു പ്രോഡക്റ്റും കൂടെ ആഡ് ചെയ്യാം. ഇത് ചുമ്മാ കൂപ്പൺ കോഡ് ഫില്ല് ചെയ്യാൻ, അതായത് ആ എമൗണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി ആഡ് ചെയ്യുന്നൊരിതാണ്. അത് സൈസ് ഏതാണെന്ന് വെച്ചാൽ അത് ആഡ് ചെയ്തു. ദെൻ ബാക്ക് അടിച്ചു. ഇവിടെ കാണാൻ പറ്റും അപ്ലൈ കൂപ്പൺ കൊടുത്തു, ബൂം അപ്ലൈ ചെയ്തു. അപ്പോൾ ബൂം അപ്ലൈ 1230 മുതൽ 3 കൂടെ റെഡ്യൂസ് ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും നമ്മൾ ഓഫർ റേറ്റ് 415 രൂപയ്ക്ക് ഈ പ്രോഡക്റ്റും അതായത് ഈ ഒരു പ്രോഡക്റ്റുമാണ് നമ്മൾ വാങ്ങാൻ ഉദ്ദേശിച്ചത്. അത് രണ്ടും കാർട്ടാണ്. ഇത് എക്സ്ട്രാ നമ്മൾ കൂപ്പൺ കോഡ് ഫില്ല് ചെയ്യാൻ വേണ്ടി എടുത്ത ഒരു ഡ്രസ്സാണിത്. നമുക്കിവിടെ പ്രൊസീഡ് ടു പേയ്മെൻറ്റ് കൊടുക്കാം. ഇവിടെ പ്രൊസീഡ് ടു പേയ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്. ആൻഡ് നമുക്കിപ്പോൾ കാണാൻ പറ്റുമല്ലേ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ. അപ്പം ക്യാഷ് ഓൺ ഡെലിവറി ആണെങ്കിൽ ക്യാഷ് ഓൺ ഡെലിവറി, നെറ്റ് ബാങ്കിങ്. നമുക്ക് ഇങ്ങനെ ഓഫർ പ്രൈസ് ചെയ്യുമ്പോൾ എപ്പോഴും ബെറ്റർ ക്യാഷ് ഓൺ ഡെലിവറിയാണ്. ദെൻ ക്യാഷ് ഓൺ ഡെലിവറി പ്രസ് ചെയ്യുക, പ്ലേസ് ഓർഡർ ചെയ്യുക. ഓക്കെ, ഓർഡർ അപ്പം ഇപ്പോൾ പ്ലേസ് ആയിക്കോളും. ദെൻ നമ്മുടെ ഓർഡർ കൺഫേംഡ് ആയി. നമുക്ക് മെസ്സേജും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഓക്കെ, എന്നിട്ട് കണ്ടിന്യൂ ഷോപ്പിംഗ് കൊടുത്തു. നമുക്കപ്പം വേണ്ടാത്തൊരു പ്രൊഡക്റ്റായിട്ട് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ടല്ലേ, അതുകൊണ്ട് അതേപടി റിട്ടേൺ ഒന്ന് അക്കൗണ്ട് എടുക്കുക. അക്കൗണ്ട് എടുത്തിട്ട് നമുക്ക് ഓർഡേഴ്സാണ് സെലക്ട് ചെയ്യേണ്ടത്. സെലക്ട് ചെയ്തു. അപ്പം നമ്മൾ ഓർഡർ ചെയ്ത 3 പ്രൊഡക്റ്റ് ഇതിനകത്ത് കിടപ്പുണ്ട്. നമുക്ക് അതിനകത്ത് വേണ്ടാത്തൊരു പ്രൊഡക്റ്റ്, അതായത് ആ ഓർഡർ ലിസ്റ്റ് എടുത്തിട്ട് നമുക്ക് വേണ്ടാത്ത പ്രൊഡക്റ്റ് ഏതാണോ അത് നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയാം. ഞാനത് ക്യാൻസൽ ചെയ്യുകയാണ്. ഏതെങ്കിലും ഒരു റീസൺ കൊടുത്ത് ക്യാൻസൽ ചെയ്യുക. അപ്പോൾ അത് ക്യാൻസൽ ആയിട്ടുണ്ട്. നമുക്ക് വേണ്ട പ്രോഡക്റ്റ്സ് രണ്ടും ഇതിനകത്തായിട്ടുണ്ട്. ഇങ്ങനെയാണ് അജിയോയിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്നത്. അപ്പം ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.